ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സീഡ്ലെസ് ഗ്രേപ്പിന്റെ ഒരു കിടിലനൊരു ഷേക്ക് ഉണ്ടാക്കിയാലോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായി നമുക്ക് 1/2 ലിറ്ററിന്റെ കട്ടപ്പാലും സീഡ്ലെസ് മുന്തിരിങ്ങയും നട്ട്സും ഐസ്ക്രീമും എടുത്തിട്ടുണ്ട്. ഇനി ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ച സീഡ്ലെസ് മുന്തിരിങ്ങയും കട്ടപ്പാലും നമുക്ക് ഐസ്ക്രീം നമുക്ക് ഏത് ഫ്ലേവർ വേണം ഇടാം. എന്നാലും വാനില ഇടുമ്പോഴായിരിക്കും പ്രത്യേക ഒരു ടേസ്റ്റ്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയോ മിൽക്ക് മേഡോ ചേർക്കാം. ഞാനിവിടെ പഞ്ചസാര എടുത്തിരിക്കുന്നത് 5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാം. ഇത് ഇപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് നമുക്ക് നട്ട്സ്, ഇഷ്ടമുള്ള നട്ട്സോ ഐസ്ക്രീമോ ഒക്കെ ഇടാം. ഞാനിവിടെ നട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ജ്യൂസ് നമുക്ക് ഇക്കാക്കും പാത്തുമൊക്കെ തന്നെ കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് പറയട്ടെ അവർ. എന്തായാലും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ സീഡ്ലെസ് മുന്തിരിങ്ങ വെച്ച് ഷേക്ക് ഉണ്ടാക്കിയത്. പക്ഷെ ഉഗ്രൻ ഷേക്കാണ് കേട്ടോ. റംലാനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടില ഷേക്കാണ്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സീഡ്ലെസ് ഗ്രേപ്പിന്റെ ഒരു കിടിലനൊരു ഷേക്ക് ഉണ്ടാക്കിയാലോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായി നമുക്ക് 1/2 ലിറ്ററിന്റെ കട്ടപ്പാലും സീഡ്ലെസ് മുന്തിരിങ്ങയും നട്ട്സും ഐസ്ക്രീമും എടുത്തിട്ടുണ്ട്. ഇനി ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ച സീഡ്ലെസ് മുന്തിരിങ്ങയും കട്ടപ്പാലും നമുക്ക് ഐസ്ക്രീം നമുക്ക് ഏത് ഫ്ലേവർ വേണം ഇടാം. എന്നാലും വാനില ഇടുമ്പോഴായിരിക്കും പ്രത്യേക ഒരു ടേസ്റ്റ്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയോ മിൽക്ക് മേഡോ ചേർക്കാം. ഞാനിവിടെ പഞ്ചസാര എടുത്തിരിക്കുന്നത് 5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാം. ഇത് ഇപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് നമുക്ക് നട്ട്സ്, ഇഷ്ടമുള്ള നട്ട്സോ ഐസ്ക്രീമോ ഒക്കെ ഇടാം. ഞാനിവിടെ നട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ജ്യൂസ് നമുക്ക് ഇക്കാക്കും പാത്തുമൊക്കെ തന്നെ കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് പറയട്ടെ അവർ. എന്തായാലും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ സീഡ്ലെസ് മുന്തിരിങ്ങ വെച്ച് ഷേക്ക് ഉണ്ടാക്കിയത്. പക്ഷെ ഉഗ്രൻ ഷേക്കാണ് കേട്ടോ. റംലാനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടില ഷേക്കാണ്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.